കർണാടക രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ വിവാദത്തിന് വഴിയൊരുങ്ങുകയാണ്. 2022 പൊട്ടിപ്പുറപ്പെട്ട വോട്ടർ ഡാറ്റ ശേഖരണ കേസിനെ പുനരുജ്ജീവിപ്പിച്ച് ശക്തമായ അന്വേഷണം നടത്തുവാൻ സിദ്ധരാമയ്യ സർക്കാർ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ BJP ഭരണകാലത്ത് വോട്ടർമാരുടെ വ്യക്തിഗത വിവരങ്ങൾ നിയമവിരുദ്ധമായി ശേഖരിച്ചുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി ശക്തമാവുന്നത്. ഭരണകക്ഷിയായിരുന്ന BJPക്ക് കുരുക്കിടുന്ന ഒരു നീക്കവുമായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബാംഗ്ലൂരു നഗരസഭയുടെ കീഴിൽ വോട്ടർ ബോധവൽക്കരണ പരിപാടികൾ നടത്തുവാൻ ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവർക്ക് അനുമതി നൽകിയത് എന്നതാണ് അന്നത്തെ വിശദീകരണം. എന്നാൽ ബോധവൽക്കരണത്തിൻ്റെ മറവിൽ വോട്ടർമാരുടെ അതീവ രഹസ്യമായ വിവരങ്ങൾ ശേഖരിച്ചുവെന്നതാണ് പിന്നീട് ഉയർന്ന ആരോപണം. സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വീടുകളിലെത്തി ആധാർ നമ്പർ, ഫോൺ നമ്പർ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ രാഷ്ട്രീയ ചായ്വ് എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഡിജിറ്റൽ സമീക്ഷ എന്ന സ്വകാര്യ ആപ്പിലൂടെ ശേഖരിച്ചു എന്നതാണ് കണ്ടെത്തൽ. ബാംഗ്ലൂരു സൗത്ത്, മഹാദേവപുര തുടങ്ങിയ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ ഇടപെടൽ നടന്നുവെന്നും 10,000-കണക്കിന് വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യുവാനും പുതിയ പേരുകൾ അവിടെ ഉൾപ്പെടുത്തുവാനും ഈ വിവരങ്ങൾ ഉപയോഗിച്ചുവെന്നതാണ് അന്ന് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. വിവാദം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ മറ്റ് നിവൃത്തിയില്ലാതെ ഇലക്ഷൻ കമ്മീഷൻ പോലീസിനോട് കേസെടുക്കുവാൻ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും വിവിധ നിയമ തടസ്സങ്ങളും കോടതിയിലെ സ്റ്റേ ഉത്തരവുകളും അതൊക്കെ കൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കേസ് വീണ്ടും സജീവമാക്കുവാൻ സിദ്ധരാമയ്യ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മുൻ അഡ്വക്കേറ്റ് ജനറലായ പ്രൊഫസർ രവി വർമ്മ കുമാറിനെ സ്പെഷ്യൽ കൗൺസിലായി നിയമിച്ച് ഹൈക്കോടതിയിലെ സ്റ്റേ നീക്കം ചെയ്യുന്നതിനായി ശക്തമായ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുവാനാണ് സർക്കാരിൻ്റെ നീക്കം. വോട്ടർമാരുടെ സ്വകാര്യത ലംഘിച്ചതും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചതും അതീവ ഗൗരവകരമാണെന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. BJP ഈ ആരോപണങ്ങളെ രാഷ്ട്രീയ പ്രതികാരമെന്ന നിലയിൽ കാണുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇത് ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള ഒരു നടപടിയാണ് എന്നുള്ളതാണ്. വോട്ടർ പട്ടികയിൽ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ ഗുരുതരമായ കുറ്റമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഡാറ്റ സുരക്ഷയും വോട്ടർമാരുടെ സ്വകാര്യതയും സംബന്ധിച്ച് ചർച്ചകൾ രാജ്യത്തുടനീളം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ കേസ് വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. അന്വേഷണത്തിൽ നിന്നും പുറത്തുവരുന്ന കണ്ടെത്തലുകൾ കർണാടക രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് വിലയിരുത്തൽ.